സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസം. കണ്ടെത്തേണ്ടത് 5000 കോടി രൂപയെന്നിരിക്കെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വിഷയം ഒതുക്കുകയാണ് ഭരണപക്ഷം. അതേസമയം നിയമസഭയിലടക്കം സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ നീക്കം. അഭിമാന സ്തംഭമായി ഇടത് സർക്കാർ ഉയർത്തിക്കാണിച്ച പെൻഷൻ വിതരണം അവർ തന്നെ മറന്ന മട്ടിലാണ്. സാമൂഹ്യക്ഷേമ പെൻഷനും സർക്കാർ സഹായമുള്ള മുഴുവൻ ക്ഷേമനിധി പെൻഷനുകളും സംസ്ഥാനത്ത് മാസങ്ങളായി കുടിശ്ശികയിലാണ്. പെൻഷനുകളിൽ ചിലത് മുടങ്ങിയിട്ട് 1 വർഷം വരെ പിന്നിട്ടു. 5000 കോടിയിലേറെ രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാരിന് കണ്ടെത്തേണ്ടത്. പെൻഷൻ വിഷയം സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെയും നീക്കം. നിയമസഭയിലടക്കം വിഷയം സജീവ ചർച്ചയാക്കും. 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസം. സർക്കാർ സഹായമുള്ള 16 ക്ഷേമനിധി പെൻഷനിൽ ഒരെണ്ണം പോലും നേരാവണ്ണം കൊടുക്കാനാകുന്നില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞു. ആഭരണ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, ചെറുകിട തോട്ടം തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങൾക്ക് ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 1 വർഷത്തോടടുക്കുന്നു. കൈത്തറി തൊഴിലാളികൾക്കും ബീഡി ചുരുട്ട് തൊഴിലാളികൾക്കും ഖാദി തൊഴിലാളികൾക്കും ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയായിട്ട് അരക്കൊല്ലം. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ പ്രതിമാസം കണ്ടെത്തേണ്ടത് 900 കോടി രൂപയാണ്. വിവിധ ക്ഷേമനിധി പെൻഷനുകൾക്ക് 90 കോടി രൂപ വേറെയും. മദ്യത്തിലും ഇന്ധനത്തിലും സെസ് ഏർപ്പെടുത്തുക വഴി കഴിഞ്ഞ വർഷം നവംബർ വരെ സംസ്ഥാനം പിരിച്ചത് 740 കോടി രൂപയാണ്. പക്ഷേ ഇത് ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. തൊഴിലാളികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും അംശാദായം പറ്റിയാണ് 16 ക്ഷേമനിധി പെൻഷനും മുടക്കുന്നത്. ഇതിനിടയിൽ സർക്കാർ ധൂർത്തിനും ലോക കേരള സഭയ്ക്കും മുടക്കുകൾ ഒന്നുമില്ല. ജനം, തിരുവനന്തപുരം.